ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിനെതിരെ സന്യാസി കൂട്ടായ്മയായ മാർഗദർശക് മണ്ഡൽ അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ഉത്സവങ്ങൾ ചോരക്കളങ്ങളാക്കരുത്, ആനകളെ മാറ്റി രഥങ്ങളിൽ എഴുന്നള്ളത്ത് നടത്തണം, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങളും വേണ്ടെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. വി എസ് സഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വി എസ് സഞ്ജിത്ത്, കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ളതായിരുന്നല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ലൈൻ. പക്ഷേ നമ്മളത് തെറ്റിച്ചു. 330 ആനകളെ കൊണ്ട് 25,000-ഓളം എഴുന്നള്ളത്തുത്സവങ്ങൾ നടത്തുന്ന നാടായി കേരളം മാറി. ആകെയുള്ളത് 330 ആനകളാണ് എഴുന്നള്ളിപ്പിന് എഴുതിപ്പിക്കാൻ പറ്റിയ ശേഷിയുള്ളത്. അപ്പോൾ ഈ ചിദാനന്ദപുരിയുടെ വാക്കുകളൊക്കെ ഇനി കേരളം കേൾക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കേൾക്കേണ്ട സമയമായല്ലേ വി എസ് രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, 1000 നാട്ടാനകൾ ഉണ്ടായിരുന്ന കാലത്ത് ഇത്രയും ഉത്സവങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇത്രയും ഉത്സവങ്ങൾക്ക് ആനകളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞപ്പോഴാണ് ഉത്സവങ്ങളുടെ എണ്ണം കൂടുകയും ഉത്സവങ്ങളിൽ ആനകളുടെ ആവശ്യം കൂടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത്തരം ഉത്സവങ്ങളിൽ ആന ഒരു അത്യാവശ്യ ഘടകമല്ല എന്ന് സന്യാസി കൂട്ടായ്മയായിട്ടുള്ള മാർഗദർശക് മണ്ഡലത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. കൊയിലാണ്ടിയിലെ മണക്കുളങ്ങര ക്ഷേത്രത്തിലെ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഈ ഉത്സവങ്ങളെ കുരുതിക്കളങ്ങളായി ചോരക്കളങ്ങളായി മാറ്റരുത്, അവിടെ ആനകൾക്ക് പകരം ദേവൻ്റെ തിടമ്പെഴുന്നള്ളിക്കാൻ രഥങ്ങളെ ഉപയോഗിക്കണം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം പറയുന്നു. അദ്ദേഹം രക്ഷാധികാരിയായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ആനകളെ മാറ്റി രഥമാക്കിയതിന് ശേഷം വളരെ ഭംഗിയായ ഉത്സവം നടക്കുന്നുണ്ട്. ഒരു തരത്തിലും ആ ഉത്സവത്തിൻ്റെയോ ഘോഷയാത്രയുടെയോ പൊലിമയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഇത് എല്ലാവരും മാതൃകയാക്കണമെന്നും കരിയും കരിമരുന്നും ഒഴിവാക്കി ആചാര നിഷേധമായിട്ടുള്ള ഇതൊന്നും ആചാരത്തിൻ്റെ ഭാഗമല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് അത്തരത്തിൽ കരിയും കരിമരുന്നും ഉപയോഗിച്ചുള്ള ഉത്സവങ്ങൾ വേണ്ട, അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാനും ഉത്സവങ്ങളെ കുരുതിക്കളമാക്കാനും മാത്രമേ സഹായിക്കൂ എന്നുള്ള നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സ്വാമി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി കേരളത്തിലെ പൊതുസമൂഹം ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പല ക്ഷേത്രങ്ങളിലും ആനകളെ ഒഴിവാക്കി എഴുന്നള്ളത്ത് നടത്തി രഥങ്ങളിൽ കൊണ്ടുവന്നാൽ എന്താ കുഴപ്പം?